ചാനൽ. സോ ആഫ്റ്റർ എ ലോങ് നമ്മളൊരു ന്യൂ വീഡിയോ ആയിട്ട് വരികയാണ്. സോ ഇന്നത്തെ എൻ്റെ ഈ ലൊക്കേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാം ലൊക്കേഷൻ എവിടെയാണ്. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആൽബർട്ടയാണ്. ആൽബർട്ടയിലെ ബാൻഫ് നാഷണൽ പാർക്കിലാണ് നമ്മൾ നിൽക്കണേ. ഫ്ലാഷ് ബാക്ക്. സോ നമ്മൾ ഇന്നലെ വന്നതാണ് ഇവിടെ. ആക്ച്വലി ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തത്. 4 hours ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ ക്യാൻമോറിൽ റൂം എടുത്ത് റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 4-5 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ജാക്ക് ലേക്കിൽ സൺറൈസ് കാണാനായിട്ട് വന്നു. പക്ഷെ ഇന്ന് ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു ഡേ ആയതുകൊണ്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല. ഇതാണ് നമുക്ക് മാക്സിമം ഇപ്പോൾ 7:30 ആയതുകൊണ്ട് 7:30 ആയപ്പോഴാണ് ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നത്. ഇവിടെ വരാനായിട്ട് നമുക്ക് ഓൾറെഡി ഓൺലൈൻ ബാൻഫ് നാഷണൽ പാർക്കിൻ്റെ ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് നമ്മളിവിടെ കാണിച്ചിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കയറാനായിട്ട്. രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അധികം ക്രൗഡൊന്നും ഇല്ലാതെ നല്ല പിക്സ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഷട്ടിൽ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാം. എല്ലാം ഓൺലൈനാണ്. നിങ്ങൾ വരുന്നതിന് 2 days മുന്നേ 1 day മുന്നേ ആണ് അത് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളത് ബുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൽ ഷട്ടിൽ സർവീസ് കിട്ടുള്ളൂ. ഷട്ടിൽ സർവീസ് നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ കാറിന് വരാം. ഞങ്ങൾ കാറ് റെൻറ്റിന് എടുക്കുകയാണ് ചെയ്തത്. ഞങ്ങളൊരു 8 ആൾക്കാരുണ്ടായി. അതുകൊണ്ട് ഞങ്ങളൊരു 8 seater കാറ് റെൻ്റ് എടുത്തു. അതിനാണ് നമ്മൾ വന്നേക്കണേ. പക്ഷേ വേറെ ലേക്സിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചില ലേക്കിൽ കാർസ് അലൗഡ് അല്ല. സോ യു ഹാവ് ടു ടേക്ക് ദ ഷട്ടിൽ സർവീസ്. പക്ഷേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ലേക്കിൽ നിങ്ങൾക്ക് കാർ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇവിടെ പാർക്കിംഗ് അവൈലബിൾ ആണ്. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ തിരക്കില്ലാതെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും. ഞാനവിടെ പോണം. ഞാനെങ്ങും പോണില്ല. നീ പോണില്ലേ? അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ശ്രീഹള്ളി. ശ്രീഹള്ളി വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? ഷാജേട്ടാ, ഇത് പണിയാവോ? എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെയായിരുന്നു. തണുപ്പാണ്. തണുപ്പ് ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. സോ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് തണുപ്പുണ്ട്. മണ്ണിര ദാറ്റ് ഈസ് മണ്ണിര. ഇയാളത് ഏത് ഭാഷ പറയുന്നത്? ഇംഗ്ലീഷ്.
നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷൻ ലേക്ക് മിനിവാങ്കിയാണ്. അത് 2 ജാക്ക് ലേക്സിന്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ പോന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രൂസ് ഏരിയ ആണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രൂസ് എടുക്കണമെങ്കിൽ ക്രൂസ് എടുക്കാം. പിന്നെ നമുക്കൊരു നല്ല മറ്റേ സൈഡിനേക്കാളും ഇത്തിരി കൂടെ നല്ലൊരു വ്യൂ ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ 8 മണിയാണ് ആയിട്ടുള്ളത്. നമ്മൾ ഏർലി മോർണിംഗ് ആണ് വന്നേക്കണം, അതുകൊണ്ട് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ നമുക്ക് പാഡലിംഗ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിൽ ഇപ്പൊ ഈ കാണുന്ന ഈ പുള്ളിക്കാരൻ സ്വന്തമായി, പിന്നെന്താ പുള്ളിക്കാരൻ എന്നല്ല പറയാ, പിന്നെന്താ പറയാ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് എടാ. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? പോടാന്ന് വിളിക്കാം. അവൻ എന്ന് പറയണതിന് നല്ലതില് പുള്ളിക്കാരൻ, അല്ലാണ്ട് പിന്നെ എന്തുവാ യൂസ് ചെയ്യാ. ഇതിൽ ഈ കാണുന്ന ആള് സ്വന്തമായിട്ട് പാഡലിംഗ് ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ പാഡലിംഗ് ചെയ്യും. എന്നിട്ട് അതിന്റെ അപ്പുറത്ത് പോയിട്ട് ഹൈക്ക് ചെയ്യും. അതാണ് പുള്ളിയുടെ ഇന്നത്തെ ഒരു ഫുൾ പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പറയട്ടെ. വാ തുറന്ന് പറഞ്ഞൂടെ, മനുഷ്യനല്ലേ ചോദിക്കണത്. സോ ഇപ്പോൾ ടൈം 12 o'clock ആയിട്ടുണ്ട്. നമ്മള് മിനിവാങ്ക ലേക്ക് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നത് ജോൺസ്റ്റൺ കാനിയോണിലേക്കാണ്. അത് ബാൻഫിന്ന് ഒരു 30 minutes ഡ്രൈവ് ആണുള്ളത്. ഇവിടെ അപ്പർ ലെവൽ ലോവർ ലെവൽ ആയിട്ടുള്ള ഫോൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇപ്പൊ ഏകദേശം 12 o'clock ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം എത്താറുണ്ട്. കുറച്ച് നടക്കാനുണ്ട്, പക്ഷെ അതിന്റെ വഴിയും കാര്യങ്ങളെല്ലാം നല്ല റോഡ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ ഇറ്റ്സ് മോർ ഈസി ടു ഹൈക്ക്.
ഗൈസ് അപ്പർ ലെവൽ കാണാനായിട്ട്, അപ്പർ ലെവൽ വാട്ടർഫോൾസ് കാണാനായിട്ട് നമ്മളിവിടം വരെ ഓൾമോസ്റ്റ് നടന്നു വന്നു. അത്യാവശ്യം നടക്കാനുണ്ട്, റോഡ് നല്ലതാണെങ്കിലും കുറച്ചധികം നടക്കാനുണ്ട്. പക്ഷേ അത് വർത്തിറ്റായിട്ടുള്ളൊരു ഹൈക്കിംഗ് ആണ്. നമുക്ക് നല്ല വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. പിന്നെ അപ്പർ ലെവൽ, ലോവർ ലെവൽ ഉണ്ട്. അപ്പർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്താറായി. സോ നമ്മൾ ഇതിന് മുന്നേ ആദ്യം ജോൺസൺ കാനിയോണിൽ പോയി. അവിടുന്ന് നമ്മൾ ബോലേക്ക് കാണാൻ പോയി. ബോലേക്ക് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ടക്കാക്ക ഫോൾസ് ഉള്ളത്. അത് നല്ല ഹൈറ്റിൽ കാണാൻ പറ്റുന്ന ഒരു ഫോൾസാണ് ടക്കാക്ക ഫോൾസ്. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ 4 മണിയായപ്പോൾ കാണാനായിട്ട് കയറിയിട്ടുണ്ട്. ഇതുവഴി എംറാൾഡിലേക്ക് പോയിട്ട് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാനാണ് ഓർക്കുന്നത്. സോ ഇന്ന് അത്യാവശ്യം ലേക്സും കാര്യങ്ങളും വാട്ടർഫോൾസും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. മറ്റേ കാനിയോണിൽ ഹൈക്കിങ്ങിന് പോയി ഏകദേശം ഡെഡായിട്ടാണ് തിരിച്ചു വന്നത്. ഇത്തിരി ടഫായിട്ടുള്ള ഒരു ഹൈക്കായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ പോകണ്ടെന്ന് ഓർത്തിരുന്നതാണ്. പക്ഷേ ഈ ഒരു വ്യൂ കണ്ടിട്ട് എന്തായാലും വന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ഫോൾസ് എന്ന് പറയുന്നത് ആക്ച്വലി വാട്ടർഫോൾസ് അല്ല, ഇത് ഗ്ലേഷ്യർ ആയിട്ട് അത് മെൽറ്റ് ചെയ്ത് ഉണ്ടായ ഒരു വാട്ടർഫോളാണിത്. ഇപ്പോൾ ടൈം ഏകദേശം 5:30 ആയിട്ടുണ്ട്. നമ്മൾ ടക്കാക്ക ഫോൾസിൽ നിന്ന് ഒരു 16 മിനിറ്റ്സ് ഉള്ളൂ എമറാൾഡ് ലേക്കിലേക്ക്. അപ്പോൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ എമറാൾഡ് ലേക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളിവിടെ ആൽബർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഇതെന്തായാലും നിങ്ങൾ വന്ന് കാണണം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അടിപൊളിയില്ലേ?
നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ? കുറുനരി ഇവിടെ കന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 445 വരെയാണ് ലാസ്റ്റ് ടൈം. 3 പേർക്ക് $100 ആണ് അതിൻ്റെ ഫീ വരുന്നത്. നമുക്ക് ഇവിടുന്ന് റെൻറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നേരത്തെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അപ്പോൾ നേരത്തെ വന്ന് നിങ്ങൾക്ക് റെൻറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് ഇന്ന് വന്നിട്ട് ഞങ്ങൾക്കത് ക്ലോസ് ആയത് 5:30 കഴിഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. സോ നാളെ വന്നിട്ട് ചെയ്ത് നോക്കാനാണ് പ്ലാൻ. ഇന്നാണെങ്കിൽ മഴയുണ്ട്, നാളെ നല്ല ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നാളെ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ഇന്ന് വന്ന എല്ലാ ലേക്സും ഫ്രീ ആണ്. ഫ്രീ ഇൻ ദ സെൻസ് നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴി പാർസ് കാനഡയിൽ കയറിയിട്ട് 2 ഡേയ്സിലേക്ക് പാസ് എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള എല്ലാ ലേക്സും ഫ്രീ ആണ്. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.